أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه الغر الميامين ومن تبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ശമാഇലുൽ മുഹമ്മദിയയുടെ പാരായണത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത അധ്യായങ്ങളെ വേറിട്ട ഒരു സൗന്ദര്യ വീക്ഷണത്തിൽ ഹദീസ് നിവേദനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഷമാഇലിലൂടെ നിർവഹിച്ചത്. നാം അതിൻ്റെ വഴിയിലൂടെയാണ്, ഒപ്പമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലളിതമായ ജീവിതം, ആരാധനാപൂർണമായ രാത്രികൾ, വ്രതനിഷ്ഠമായ പകലുകൾ, വിനയപൂർണമായ പെരുമാറ്റം, ആത്മീയ വിചാരങ്ങളോടെയുള്ള ഇടപെടലുകൾ, ആധ്യാത്മിക വിചാരത്തിൽ നിന്ന് ഉയർന്നു വന്ന തേങ്ങലുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ ഗൗരവമായി അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ അടിമുടി സ്വാധീനിക്കാനുള്ള സന്ദേശങ്ങളാണ്. ജീവിതത്തിന്റെ സൗകുമാര്യതയിൽ വിശാലമായ സൗകര്യങ്ങളോടെ കഴിഞ്ഞുകൂടുമ്പോൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ പരിമിതമായ ചുറ്റുപാടുകൾ നമ്മളിൽ പരിത്യാഗത്തിന്റെ വിചാരങ്ങൾ ഉണർത്തണം. ദുനിയാവിനെ ഹൃദയത്തിലേറ്റി എല്ലാം അതിനുവേണ്ടി സമർപ്പിച്ച് ദുനിയാവിന്റെ അഡിക്റ്റുകളായി മാറുന്ന ആളുകൾ. അള്ളാഹു അനുവദിച്ച അനുഭവങ്ങൾ സ്വീകരിക്കാനാവും, പക്ഷെ ദുനിയാവിലെ സൗകര്യങ്ങളെയും ആഡംബരങ്ങളെയും ഹൃദയത്തിലേറ്റി അതാണ് പരമമായത് എന്ന് ചിന്തിച്ചാൽ അത് അപകടമാണ്. അപ്പൊ ഇത്തരം വായനകൾ ഒരുപാട് നന്മകൾ നമുക്ക് നൽകാനുള്ളതാണ്, ആസ്വാദനങ്ങൾ തരാനുള്ളതാണ്, ആത്മീയമായ ആനന്ദങ്ങൾ നൽകുന്നതാണ്. വരാം നമുക്ക് ശമാഇൽ മുഹമ്മദിയയിലെ 46-ാമത്തെ അധ്യായം 328-ാമത്തെ ഹദീസോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ബാബു മാ ജാഅ ഫീ ഫിറാശി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിടക്ക അല്ലെങ്കിൽ വിരിപ്പ്. حدثنا علي بن حجر حدثنا علي بن مسهر عن هشام بن عروة عن أبيه عن عائشة رضي الله عنها قالت إنما كان فراش رسول الله صلى الله عليه وسلم الذي ينام عليه. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിരുന്ന വിരിപ്പ് മിൻ അദമിൻ ഹശ്വുഹു ലീഫുൻ, ഈത്തപ്പന നാരുകൾ നിറച്ച തോലിൻ്റെതായിരുന്നു. ഫിറാശുഹു മിൻ ആദമിൻ വഹശ്വുഹു ലീഫുൻ ഫലാ യൽഹാ ബിഉജുബി ദഹ്വതി വറുബ്ബമാ നാമ അലൽ ആബാഅതി ബിതനിയതൈനി ഇൻദ ബഅദിൻ നിസ്വതി വറുബ്ബമാ നാമ അലൽ ഹാസിരി മാ തഹതഹു ശൈഉൻ സിവസ്സരീരി. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഇറാഖി തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരിച്ചിരുന്ന, കിടന്നിരുന്ന പായ, വിരിപ്പ് തുടങ്ങിയവയെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ ഈത്തപ്പന നാരുകൾ നിറച്ച തോല് കൊണ്ടുള്ളതിലായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്നത്. حدثنا أبو الخطاب زياد بن يحيى البصري
حدثنا عبد الله بن ميمون حدثنا جعفر بن محمد النبي قال سئلت عائشة رضي الله عنها ما كان فراش رسول الله صلى الله عليه وسلم في بيتك. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അവിടുത്തെ വീട്ടിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വിരിപ്പ് എന്തായിരുന്നു, കിടക്ക ഏതായിരുന്നു? മിൻ അദമിൻ ഹശ്വുഹു ലീഫുൻ, തോലുകൊണ്ടുള്ളതായിരുന്നു, അതിൽ നിറച്ചിരുന്നത് ഈത്തപ്പന നാരാണ്. വസുഇലത്ത് ഹഫ്സത്തു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരിൽ മറ്റൊരാളായ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മാ കാന ഫിറാശു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതികി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വിരിപ്പ് ഏതാണ്? ഖാലത്ത് മിസ്ഹൻ, ഒരൊറ്റ വസ്ത്രം എന്ന് പറഞ്ഞാൽ മാർദ്ദവം കുറഞ്ഞ വസ്ത്രം, രോമങ്ങൾ കൊണ്ടുള്ളതാണ്, ധരിക്കുന്ന വസ്ത്രത്തോട് സമാനമായത്. അത് രണ്ട് മടക്കാക്കി ഇട്ടുകൊടുക്കും, അതിന്മേൽ ഉറങ്ങും. ഫലമ്മാ കാന ദാത്ത ലൈലത്തിൻ, ഒരു രാത്രിയിൽ, ഖുൽതു, ഞാൻ പറഞ്ഞു, ലൗ സന്നൈതുഹു അർബഅ സിനിയാത്തിൻ ലകാന ഔതഅ ലഹു, അപ്പൊ ഞാൻ വിചാരിച്ചു 4 മടക്കാക്കി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി സോഫ്റ്റ് ആയിരിക്കുമല്ലോ. ഫസന്നൈനാഹു ബിഅർബഇ സിനിയാത്തിൻ, അങ്ങനെ 4 മടക്കാക്കി ഇട്ട് കൊടുത്തു. ഫലമ്മാ അസ്ബഹ ഖാല, പ്രഭാതമായപ്പോൾ അവിടുന്ന് ചോദിച്ചു, മാ ഫറഷ്തുമൂ ലിയൽ ലൈല, ഇന്നലെ രാത്രി നിങ്ങൾ എന്താണ് എനിക്ക് വിരിച്ചു തന്നത്, ഇന്നലത്തെ വിരിപ്പ് ഏതായിരുന്നു? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ഹുവ ഫിറാശുക യാ റസൂലല്ലാഹ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അവിടുത്തെ സാധാരണ വിരിക്കുന്നത് തന്നെയാണ്. ഇല്ലാ അന്നാ സനൈനാഹു ബിഅർബഇ സിനിയാത്തിൻ, 2 മടക്കിന് പകരം 4 മടക്കാക്കി എന്നേ ഉള്ളൂ. ഹുവ ഔതഉ ലക, അവിടത്തേക്ക് ഒന്നുകൂടി മാർദ്ദവമാകാൻ വേണ്ടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റുദ്ദൂഹു ഫഇന്നഹു മനഅതനി വതഅതുഹു സ്വലാത്തിയൽ ലൈല, നിങ്ങൾ സാധാരണ ഇടുന്ന മാതിരി 2 മടക്കാൻ ഇട്ടെന്നാ മതി. 4 മടക്കായപ്പോഴേക്ക് രാത്രിയുള്ള നിസ്കാരം കുറഞ്ഞുപോയി. അതുകൊണ്ട് കൂടുതൽ സുഖപ്രദമായി ഉറങ്ങിയാൽ എഴുന്നേക്കാൻ മടിക്കും. നിങ്ങൾ അങ്ങനെ ആകരുത് എന്നൊരു മെസ്സേജ് തരാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നല്ല സുഖാഡംബരങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പം ഒന്നായിട്ട് ഉറങ്ങി നിസ്കാരവും മറ്റു കർമ്മങ്ങളും നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ എനിക്ക് സാധാരണ പോലെ തന്നെ തന്നാ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാബു മാ ജാഅ ഫീ തവാദുഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താഴ്മയെ കുറിച്ച്. حدثنا أحمد بن منيع وسعيد بن عبد الرحمن المخزومي وغير واحد قالوا أنبأنا سفيان بن عيينة عن الزهري عن عبيد الله عن ابن عباس عن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تطروني كما أطرت النصارى عيسى بن مريم إنما أنا عبد الله. ലാ തുറൂനി, നിങ്ങൾ എന്നെ കുറിച്ച് അതിര് കടന്ന് പറയാൻ പാടില്ല. കമാ അത്റത്തിൻ നസ്വാറ ഈസ ഇബ്നു മറിയം, ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച് നസ്വാറാക്കൾ പറഞ്ഞതുപോലെ. നസ്വാറാക്കൾ പറഞ്ഞു ഈസ റൂഹുല്ലാഹ്. അപ്പോ നിങ്ങൾ അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്ത് അള്ളാഹുവിന്റെ പുത്രനാണെന്നോ ദൈവപുത്രനാണെന്നോ 3-1 അങ്ങനെയൊന്നും ആരോപിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ആത്മാവാണെന്നോ അങ്ങനൊന്നും പറയാൻ പാടില്ല. ഇന്നമാൻ അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ദാസനാണ്.
ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമയെന്നും അള്ളാഹുവിന്റെ റസൂൽ എന്നും പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹു ഇത് മനോഹരമായി പറഞ്ഞു. ദഅമദ്ദഅതുഹുൻ നസ്വാറാ ഫീ നബീഹിമി വഹ്കും ബിമാ ശിഅത മദ്ഹൻ ഫീഹി വഹ്തകിമി. ഈ ഹദീസിന്റെ ആശയമാണ് ബഹുമാനപ്പെട്ടവര് ഒന്നാമത്തെ അർദ്ധകാവ്യത്തിൽ പറഞ്ഞത്. ദഅമദ്ദഅതുഹുൻ നസ്വാറാ ഫീ നബീഹിമി, നസ്വാറാക്കൾ അവരുടെ നബിയെക്കുറിച്ച് ആരോപിച്ചതുപോലെ അവകാശപ്പെട്ടതുപോലെ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കരുത്. അള്ളാന്റെ റൂഹാണ്, അള്ളാന്റെ ദൂതനാണ്, അല്ല അള്ളാന്റെ മകനാണ്, അങ്ങനത്തെ ഒന്നും പറയരുത് എന്ന് വിചാരിച്ചിട്ട് മദ്ഹ് പറയണ്ടെന്നല്ല. ചില ആൾ ഇത് പിടിച്ചിട്ട് മദ്ഹ് പറയണ്ട, മൗലിദ് ഓതണ്ട എന്നൊക്കെ പറഞ്ഞാളും അങ്ങനെയില്ല. മദ്ഹായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയാവുന്നത്ര മദ്ഹ് പ്രകീർത്തനങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ. അതായത് ലാ തഖൂലു ഫീ ഹഖ്ഖി ശൈഅൻ യുനാഫിൽ ഉബൂദിയ്യത വർ-റിസാല. റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതരാണ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന പദവിയെ മറികടന്നുകൊണ്ട് നിങ്ങളൊന്നും പറയണ്ട. സയ്യിദ് വലദി ആദം എന്ന് പറഞ്ഞാൽ, മനുഷ്യകുലത്തിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉബൂദിയ്യത്തും റിസാലത്തും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോ നമ്മള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയണം, അതിന് എതിരല്ല ഇത്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് അറാ കുല്ല മദ്ഹിൻ ഫിൻ നബി മുഖസ്സറാ വഇൻ ബാലഗൽ മുത്നി അലൈഹി വഅക്സറാ ഇദില്ലാഹു അസ്നാ ബില്ലദീ ഹുവ അഹ്ലുഹു അലൈഹി ഫമാ മിഖ്ദാറു മാ യംദഹുൽ വറാ. നമ്മൾ എത്ര മദ്ഹ് ചൊല്ലിയാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ചേർക്കുമ്പോൾ അത് വളരെ ചെറുതാണ്. മാ ഇൻ മദഹ്തു മുഹമ്മദൻ ബിമദീഹതി ബൽ ഖദ് മദഹ്തു മദീഹതി ബിമുഹമ്മദി. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹ് പറയലുകൊണ്ട് എന്റെ കവിതയ്ക്ക് മഹത്വം കിട്ടിയെന്നല്ലാതെ എന്റെ കവിത കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മഹത്വവും കിട്ടിയിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹ് എത്രയോ പറയണം. حدثنا علي بن حجر أنبأنا سويد بن عبد العزيز عن حميد عن أنس بن مالك رضي الله عنه أن امرأة جاءت إلى النبي صلى الله عليه وسلم. ഒരു സ്ത്രീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഫഖാലത്ത്, എന്നിട്ട് പറഞ്ഞു. ആ സ്ത്രീ അല്പം ഒരു 2 സെക്കൻഡ് കുറവുള്ള സ്ത്രീയാ. അവര് പറഞ്ഞു, ഇന്നലി ഇലൈക ഹാജ, എനിക്കൊരു ആവശ്യം പറയാനുണ്ട്, എനിക്കൊന്ന് വേണം, ഒരു കാര്യം പറയാം. ലോകത്തിന്റെ മുഴുവനും വലിയ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഗ്രാമീണയായ അല്പം മാനസികമായി കുറവുള്ള ഒരു സ്ത്രീ വന്ന് പറയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയില്ല, കുറ്റം പറഞ്ഞില്ല. ഇജ്ലിസി ഫി അയ്യി തരീഖിൽ മദീനത്തി ശിഅതി, അജ്ലിസിലേക്ക്, എവിടാന്ന് വെച്ചാ പറഞ്ഞു. എവിടെ നിന്നൊക്കെ ഞാൻ കേൾക്കേണ്ടത്? മദീനയുടെ വഴികളിൽ എവിടെ വെച്ചാണ് ഞാൻ നിങ്ങളെ കേൾക്കേണ്ടത്? ഞാൻ റെഡിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയമാണത്, തവാദുആണ്. حدثنا علي بن حجر أنبأنا علي بن مصير عن مسلم الأعور عن أنس بن مالك رضي الله عنه قال كان رسول الله صلى الله عليه وسلم يعود المرضى. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ സന്ദർശിക്കുമായിരുന്നു. വയഷ്ഹദുൽ ജനാസ, ജനാസകൾക്ക് ഹാജരാകുമായിരുന്നു, മരണ വീട്ടിൽ വരുമായിരുന്നു. വയർക്കബുൽ ഹിമാറ, കഴുതപ്പുറത്ത് കയറുമായിരുന്നു. കഴുത അന്നത്തെ കുറഞ്ഞ വാഹനമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണേ കുതിരപ്പുറത്ത് മാത്രം യാത്ര ചെയ്യാം, ഒട്ടകപ്പുറത്ത് മാത്രം യാത്ര ചെയ്യാം. ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് പോകാൻ നേരം കഴുതപ്പുറത്തും യാത്ര ചെയ്തിട്ടുണ്ട്. വയുജീബു ദഅവത്തൽ അബ്ദി, ഒരടിമ ക്ഷണിച്ചാലും അതിനും ഉത്തരം ചെയ്യും, അടിമയുടെ ക്ഷണവും സ്വീകരിക്കും.
വകാന യൗമ ബനീ ഖുറൈള, ബനൂ ഖുറൈള ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു അലാ ഹിമാരിൻ മഖ്തൂമിൻ ബിലീഫിൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഈത്തപ്പനയുടെ നാര് കൊണ്ട് കടിഞ്ഞാൺ ഉള്ള ഒരു കഴുതയുടെ മേലെയായിരുന്നു യാത്ര ചെയ്തത്. വലഹി ഇക്കാഫും മിൻ ലീഫിൻ, അല്ലെങ്കിൽ അതിന്മേലുണ്ടായിരുന്നത് ഈത്തപ്പനയുടെ നാര് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ജീനി, അതാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും സിമ്പിളായ നിസ്സാരമായ വാഹനത്തിന്മേൽ യാത്ര ചെയ്യാം. يمشي مع المسكين والأرملة في حاجة من غير ما آنفة يرديف خلفه على العمار على عكاف غير ذي استكبار يمشي بلا نال ولا خف إلى عيادة المريض حوله الملا. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങളോടൊപ്പം, വിധവകളോടൊപ്പം, ആവശ്യക്കാരോടൊപ്പം ഒക്കെ നിൽക്കും. കഴുതപ്പുറത്ത് പിൻസീറ്റിൽ ആളെ ഇരുത്തിക്കൊണ്ട് യാത്ര ചെയ്യും. അതുപോലെ തന്നെ അനിവാര്യ ഘട്ടങ്ങളിൽ ചെരുപ്പില്ലാതെ നടക്കും, രോഗസന്ദർശനത്തിന് പോകും. അത്രയും സിമ്പിളായി ജനങ്ങളോട് ഇടകലർന്ന് ജീവിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. حدثنا واصل بن عبد الله الكوفي حدثنا محمد بن فضيل عن الأعمش عن أنس بن مالك رضي الله عنه قال كان رسول الله صلى الله عليه وسلم يدعى إلى خبز الشعير. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗോതമ്പത്തിന്റെ റൊട്ടി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ക്ഷണിക്കപ്പെടും, അപ്പോഴും പോകും. വല്ലിഹാലത്തി സനിഖത്തി, കനച്ച എണ്ണ, കനച്ച എണ്ണയും റൊട്ടിയും മാത്രമുള്ള സദ്യയിലേക്ക് വിളിക്കും, അവിടെയും പോകും. ഫൈജീബു, അതിനും പ്രത്യുത്തരം ചെയ്യും. വലഖദ് കാന ലഹു ദിർഉൻ ഇൻദ യഹൂദിയ്യൻ, ഒരു യഹൂദിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി പണയത്തിലുണ്ടായിരുന്നു. ഗോതമ്പിന്റെ 30 സാഴ് വാങ്ങിയിട്ട് അതിന് പകരം കൊടുത്തതാണ്. ഫമാ വജദമാ യകുഫുഹാ ഹത്താ മാത, ആ പണയം വീണ്ടെടുക്കാനുള്ള സ്വത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്താകും വരെ ഉണ്ടായിരുന്നില്ല. ദാത്തുൽ ഫദ്ൽ എന്ന് പേരുള്ള അവിടുത്തെ പടയങ്കി പണയത്തിലായിരുന്നു അബുഷഹം എന്ന് പറയുന്ന യഹൂദിയുടെ അടുക്കൽ. അപ്പോ ഇതര മതസ്ഥരായ ആളുകൾ സമ്പന്നതയോടുകൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിൽ ജീവിച്ചിരുന്നു എന്നും അവരോട് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപാട് നടത്തിയിരുന്നു എന്നും, ഏതുവരെ അവർക്ക് ജീവിത വിശാലതയുള്ളത് കൊണ്ടാണല്ലോ അവരുടെ അടുത്ത് ഗോതമ്പ് വാങ്ങുക. അത്രേ അവരുടെ അടുത്തുണ്ട് ധാന്യം. ആരാണ്? ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന ഘട്ടത്തിലുള്ള സംഭവം കൂടിയാണല്ലോ. പിന്നീട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് അത് വീണ്ടെടുത്തത്. ആ പണയം വീണ്ടെടുത്തത് ബഹുമാനപ്പെട്ടവരാണ്. حدثنا محمود بن غيلان أخبرنا أبو داود الحفري عن سفيان عن ربيع بن الصبيح عن يزيد بن أبان عن أنس بن مالك رضي الله عنه قال حج رسول الله صلى الله عليه وسلم, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ചു. അലാ റഹലിൻ റസ്സിൻ, ഒരു നിസ്സാരമായ വാഹനത്തിൽ. വഅലൈഹി ഖതീഫത്തുൻ ലാ തുസാവി 4 ദറാഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മേലെ വിരിച്ചിരുന്നതിന് 4 ദിർഹം പോലും വിലയില്ലാത്ത സാധനമാണ്. നുരുമ്പിയൊരു വസ്ത്രം, ഒരു തുണിക്കഷ്ണം. അത്രയും ലളിതമായ ചെലവിൽ ഹജ്ജിന് പോകുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ഹജ്ജൻ ലാ റിയാഅ ഫീഹി വലാ സുംഅത, അല്ലാഹുവേ ഇത് ലോകമാന്യതയോ പ്രസിദ്ധിയോ പ്രതീക്ഷിക്കപ്പെടാത്ത ഇഖ്ലാസുള്ള ഹജ്ജാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ലളിതമായി യാത്ര ചെയ്തു. അപ്പോഴും പേടി, പടച്ചോനെ സ്വീകരിക്കണേ.
حدثنا عبد الله بن عبد الرحمن أخبرنا عفان حدثنا حماد بن سلمة عن حميد بن أنس رضي الله عنه وعنهم قال لم يكن شخص أحب إليهم من رسول الله صلى الله عليه وسلم. സ്വഹാബത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മഹബ്ബത്തുള്ള ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരെക്കാളും വലിയ മഹബ്ബത്ത് അവിടുത്തോടാണ്. വകാനൂ ഇദാ റഅൂഹു ലം യഖൂമൂ ലിമാ യഅലമൂന മിൻ കറാഹിയതിഹി ദാലിക. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ തങ്ങൾ കണ്ട കാരണത്താൽ സ്വഹാബത്ത് എഴുന്നേറ്റിരുന്നില്ല. എന്തേ കാരണം? തങ്ങൾക്കത് ഇഷ്ടമില്ലാതിരുന്ന കാരണത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ താഴ്മ കൊണ്ട് പറയും, ഞാൻ വരുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കണ്ട. അതിന്റെ അർത്ഥം മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് മഹാന്മാരായ ആലിമീങ്ങൾ സയ്യിദന്മാരൊക്കെ വരുമ്പോൾ എഴുന്നേൽക്കുന്നല്ലോ, അതിനെതിരല്ലേ എന്ന് ചിലർ വിചാരിക്കും. ഇല്ല. എന്താണ്? ഖൂമൂലു സയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന് വേണ്ടി എഴുന്നേൽക്കണം. അപ്പൊ ഈ കാഴ്ചപ്പാടുകളെല്ലാം ഉള്ളപ്പോൾ എന്താണ് ഇതിന്റെ ശരിയായ ഒരു വശം? ഇദാ റഅൂഹു മിൻ ബുഅദിൻ മാറൻ ഗൈറ ഖാസിദിൻ നഹ്വഹും ലം യഖൂമൂ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടല്ലാതെ ദൂരത്തുകൂടി ഇങ്ങനെ പോകുന്ന കണ്ടാലും എഴുന്നേൽക്കൽ പതിവായിരുന്നു. വേണ്ടാന്ന് പറഞ്ഞത് മുതൽ പിന്നെ അങ്ങനെ എഴുന്നേൽക്കലില്ല. അല്ലെങ്കിൽ ഇതാ തകററ ഖിയാമുഹു വഅഊദുഹു ഇലൽ മജ്ലിസി ലം യഖൂമു. മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് പല പ്രാവശ്യം വരികയും വരുമ്പോഴെല്ലാം സ്വഹാബത്ത് എഴുന്നേൽക്കുകയും ചെയ്യുന്ന നടപടി ഉണ്ടായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, നിങ്ങൾ അങ്ങനെ എഴുന്നേൽക്കണ്ട എന്ന് പറഞ്ഞ് അവിടുത്തെ താഴ്മ കൊണ്ടവരെ ഇരുത്തി. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് വരുമ്പോൾ എഴുന്നേൽക്കുകയും പോകുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖിയാമു ലി അഹ്ലിൽ ഫളി വശറഫി ഇക്റാമൻ വഇളാമൻ. ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും നിങ്ങളിലേക്ക് വലിയ മഹത്തുക്കൾ വരുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ താഴ്മയുടെ ഒരു അധ്യായം വിശദീകരിച്ചു എന്നേ ഉള്ളൂ. حدثنا سفيان بن وكيع حدثنا جميع بن عمير بن عبد الرحمن العجلي حدثني رجل من بني تميم من ولد أبي هالة زوج خديجة يكنى أبا عبد الله عن ابن لأبي هالة عن الحسن بن علي رضي الله عنه മകൻ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, സഅൽതു ഖാലി, എൻ്റെ അമ്മാവനോട് ഞാൻ ചോദിച്ചു, ഹിന്ദ ബിൻ അബി ഹാല, അബൂഹാലയുടെ മകൻ ഹിന്ദ് എന്നവരോട്, വക്കാന വസ്വാഫൻ, അവിടുന്ന് മുത്തുനബി തങ്ങളെ ഏറെ വിശേഷണം പറയുന്ന ആളായിരുന്നു, അൻ ഹില്യത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷങ്ങൾ ഏറെ പറയുന്നവരായിരുന്നു. വഅന അഷ്തഹി അൻ യസിഫ ലി മിൻഹാ ഷൈഅൻ, ഞാൻ ചോദിച്ചു എനിക്കും അതിൽ നിന്ന് കുറച്ച് പറയാനാണ്. فقال كان رسول الله صلى الله عليه وسلم فخما مفخما, അവിടുന്ന് സ്വയമേ തന്നെ മഹത്വമുള്ളവരും മഹത്വം സ്ഫുരിക്കുന്നവരുമായിരുന്നു. യതലഅലഉ വജ്ഹുഹു തലഅലു അൽ ഖമർ ലൈലത്തുൽ ബദ്രി, 14-ാം നിലാവിൽ ചന്ദ്രൻ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ പ്രഭാവിതമായിരുന്നു അവിടുത്തെ മുഖം. ഫദക്കറൽ ഹദീസ ബിതൂലിഹി, ദീർഘമായ ഹദീസ് പറഞ്ഞു. ഖാലൽ ഹസനു, ഹസൻ എന്നവർ പറയാണ്, ഫഖതംതുഹാ അൽ ഹുസൈന സമാനൻ, കുറെ കാലം ഞാൻ ഇതൊന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്റെ സഹോദരനോട് പറഞ്ഞിരുന്നില്ല. സുമ്മ ഹദ്ദത്തുഹു, പിന്നീട് ഞാൻ ഒരിക്കൽ അത് പറഞ്ഞു. ഫവജത്തുഹു, അപ്പോൾ എനിക്ക് മനസ്സിലായി, ഖദ് സബഖനി ഇലൈഹി, ഈ വിശേഷങ്ങൾ എന്നെക്കാൾ നേരത്തെ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഹുസൈൻ എന്നവർ അറിഞ്ഞിട്ടുണ്ട് എന്ന്. ഫസഅലഹു അമ്മാ സഅൽതുഹു അൻഹു, ഞാൻ ചോദിച്ച കാര്യം ഞാൻ അവരോടും ചോദിച്ചു. ഫവജത്തുഹു, അപ്പോൾ അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി, ഖദ് സഅല അബാഹു, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ വാപ്പയാകുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. അൻ മദ്ഖലിഹി വ മഖ്റജിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവും പോക്കും,
വശക്കിലിഹി അവിടുത്തെ ഘടനയും ഫലം യദഅ മിൻഹു ഷൈഅൻ ഒന്നും ഒഴിവായിട്ടില്ല. എല്ലാം ചോദിച്ചു വെച്ചിക്കണ്. അലി റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞു കൊടുത്തു. ഖാൽ ഹുസൈനു അപ്രകാരം ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫസഅൽതു അബീ അൻ ദുഖൂലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് വീട്ടിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു. ഫഖാല അപ്പോൾ അവിടുന്ന് പറഞ്ഞു, കാന ഇദാ അവാ ഇലാ മൻസിലിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നാൽ ജസ്സഅ ദുഖൂലഹു സലാസത അജ്സാഇൻ, വീട്ടിലുള്ള സമയത്തെ മൂന്നായി ഭാഗിക്കും. ജുസ്അൻ ലില്ലാഹി, ഒരു ഭാഗം അല്ലാഹുവിന്, ജുസ്അൻ ലി അഹ്ലിഹി, ഒരു ഭാഗം വീട്ടുകാരോടുകൂടാൻ, വജുസ്അൻ ലി നഫ്സിഹി, ഒരു ഭാഗം സ്വന്തമായി ഇബാദത്ത് ചെയ്യാൻ. സുമ്മ ജസ്സഅ ജുസ്അഹു, പിന്നെ സ്വന്തത്തേക്ക് വേണ്ടി സംവരണം ചെയ്ത ഒരു ഭാഗം അതിനെ ഭാഗിക്കും. ബൈനഹു വ ബൈനന്നാസി, അവിടുത്തെ സ്വന്തം കാര്യത്തിനും അഥവാ ഇബാദത്ത് സ്വകാര്യമായ അമലുകൾ അതിൽ നിന്നൊരു ഭാഗം ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കും. ഫയറുദ്ദു ബിൽ ഖാസ്സതി അലൽ ആമ്മതി, പ്രത്യേകക്കാർക്ക് പ്രത്യേകം നൽകും. ഫയസ്രിഫു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജുസ്അ അല്ലദീ ബൈനഹു വ ബൈനന്നാസി ബിൽ ഖാസ്സതി അലൽ ആമ്മതി, പ്രത്യേകക്കാരെ പ്രത്യേകമായി സാധാരണക്കാർക്കാൾ ഫദ്ല് കൊണ്ട് പരിഗണിക്കേണ്ടവരെ പരിഗണിക്കും. വലാ യദ്ഖിറു അൻഹും ഷൈആ, അവരിൽ നിന്നും മറച്ചു വെക്കൂല, പറയേണ്ട കാര്യങ്ങളൊക്കെ പറയും. കാന മിൻ സീറത്തിഹി ഫീ ജുസ്ഇൽ ഉമ്മത്തി, സമുദായത്തിന് വേണ്ടി നീക്കി വെക്കുന്ന സമയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈലിയായിരുന്നു ഈസാറു അഹ്ലിൽ ഫദ്ലി ബിഇദ്നിഹി, മഹത്വമുடைய ആളുകൾക്ക് പ്രത്യേകമായ പരിഗണന നൽകും. വഖസ്മുഹു അലാ ഖദ്രി ഫദ്ലിഹിം ഫിദ്ദീനി, ഓരോരുത്തർക്കും വിഹിതം നിശ്ചയിച്ചിരുന്നത് ദീനിൽ അവരുടെ മഹത്വം അനുസരിച്ചാണ്, പണത്തിലോ പ്രതാപത്തിലോ കുടുംബത്തിലോ അല്ല. ദീനിൽ മഹത്വമുള്ളവർക്ക് പ്രത്യേകം മഹത്വം. ഫമിൻഹും ദുൽ ഹാജത്തി, വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാവശ്യമുള്ളവരുണ്ടാകും. വമിൻഹും ദുൽ ഹാജത്തൈനി, രണ്ടാവശ്യങ്ങളുള്ളവരുണ്ടാകും. വമിൻഹും ദുൽ ഹവായിജി, പല ആവശ്യങ്ങളുള്ളവരുണ്ടാകും. ഫയതശാഗലു ബിഹിം, അപ്പൊ അതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാപൃതരാകും. വയശ്ഗലുഹും ഫീമാ യുസ്ലിഹുഹും വൽ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ജോലി നൽകും, അവരെ വ്യാപൃതരാക്കും, അവർക്കും സമുദായത്തിനും ഉപകാരമുള്ള കാര്യങ്ങൾ. മിൻ മുസാഅലതിഹിം വ ഇഖ്ബാരിഹിം ബില്ലദി യൻബഗി ലഹും, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. അവർ വേണ്ട കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ സമൂഹത്തിന് വേണ്ടി സമയം നീക്കും. വയഖൂലു, എന്നിട്ട് പറയും, ലിയുബല്ലിഗി ഷാഹിദു മിൻകുമുൽ ഗായിബ, ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറയും. വഅബ്ലിഗൂനി ഹാജത മൻ ലാ യസ്തതിഉ ഇബ്ലാഗഹാ, ആവശ്യങ്ങൾ ഇങ്ങോട്ട് ഉന്നയിക്കാൻ കഴിയാത്തവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ എനിക്കെത്തിച്ചു തരണം. ഒരു നാട്ടിലൊരു പാവപ്പെട്ട ആളുണ്ട്, അയാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, നിങ്ങൾ ആ വിവരം എന്നോട് പറയണം. ഫഇന്നഹു മൻ അബ്ലഗ സുൽത്താനൻ ഹാജത മൻ ലാ യസ്തതിഉ ഇബ്ലാഗഹാ, ഭരണാധികാരിയോട് ആവശ്യം എത്തിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളെ ഏറ്റു ഒരാൾ എത്തിച്ചു കൊടുത്താൽ സബ്ബത്തല്ലാഹു ഖദമൈഹി യൗമൽ ഖിയാമ, അയാളുടെ പാദം ഖിയാമത്ത് നാളിൽ അല്ലാഹു ഉറപ്പിച്ചു നൽകുന്നതാണ്. സിറാത്തിന്മേൽ അദ്ദേഹം ഇടറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പ്രേരിപ്പിച്ചു. നിങ്ങൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് വന്ന് പറയാൻ കഴിയില്ല, നിങ്ങളത് വന്ന് പറയണം. വലാ യുദ്കറു ഇൻദഹു ഇല്ലാ ദാലിക, ആവശ്യങ്ങൾ ഭൗതികമോ ആത്മീയമോ ആയ ആവശ്യങ്ങളോ മസ്ലഹത്തുകളോ മാത്രമേ അവിടുത്തെ സന്നിധിയിൽ പറയപ്പെടൂ. വലാ യഖ്ബലു മിൻ അഹദിൻ ഗൈറഹു, മറ്റൊന്നും അവിടുന്ന് സ്വീകരിക്കൂല. യദ്ഖുലൂനഹു റുവാദൻ വലാ യഫ്തരിഖൂന ഇല്ലാ അൻ ദവാഖിൻ, ആവശ്യങ്ങളോടെ ആർത്തിയോടെ വരുന്ന ആളുകൾ
വ്യത്യസ്തങ്ങളായ ആനുകൂല്യങ്ങളോടെ അല്ലാതെ അവർ പോവുകയില്ല. അപ്പൊ അവർക്ക് ആവശ്യം സാധീകരിച്ചിട്ടാണ് അവർ പോവുക. ആത്മീയവും ഭൗതികവുമായ സംതൃപ്തിയോടുകൂടിയാണ് മുത്തുനബി സവിധത്തിൽ വരുന്ന ആളുകൾ മടങ്ങി. വയഖുറുജൂനഹു അദില്ലത്തൻ അലൽ ഖൈരി, നന്മയുടെ പ്രതീകങ്ങളായിട്ടാണ് അവർ പോവുക. ഖാല ഫസഅൽതുഹു അൻ മഖ്റജിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാലുള്ള അവസ്ഥ എന്താണ്? കൈഫ കാന യസ്നഉ ഫീഹി, എന്താണ് ചെയ്യാറുള്ളത്? ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖുസുനു ലിസാനഹു ഇല്ലാ ഫീമാ യഅനീഹി, അനാവശ്യങ്ങളിൽ നിന്നെല്ലാം നാവിനെ നിയന്ത്രിക്കും, ഒന്നിലും ഇടപെടൂല, സേവ് ചെയ്യും. വയുഅല്ലിഫുഹും വലാ യുനഫിറുഹും, ആരെയും അടുപ്പിക്കുകയല്ലാതെ വെറുപ്പിക്കുകയില്ല. വയുക്രിമു കരീമ കുല്ലി ഖൗമിൻ വയുവല്ലിഹി അലൈഹിം, ഓരോ സമുദായത്തിലെയും മാന്യന്മാരെ ആദരിക്കുകയും അവർക്ക് ഉത്തരവാദിത്വങ്ങൾ നൽകുകയും ചെയ്യും. വയഹ്ദറു الناس ويحترس منهم من غير أن يطوي أحد منهم بشره. يحذر الناس ويحترس منهم يحتفظ من كثرة مخالطتهم المؤدية إلى سقوط هيبته وجلالته من قلوبهم. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ഇടപഴകുമ്പോൾ ആ ആവശ്യത്തിന്, അനിവാര്യത്തിന് വേണ്ട വിധത്തിലാണ് ഇടപെടുക. അല്ലാതെ നിലവാരം താഴ്ന്ന ഒരു പരിധി വിട്ട ഇടപെടൽ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ എല്ലാവരോടും പ്രസന്നമായ മുഖത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈരി അൻ യത്വി അൻ അഹദിൻ മിൻഹും ബിശ്റഹു വഖുലുഖഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെല്ലാം ലഭിക്കുമായിരുന്നത് നല്ല സന്തോഷവും പ്രസന്ന മുഖം ആയിട്ട് തന്നെയാണ്. വയതഫഖദു അസ്ഹാബഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൽ അന്വേഷിക്കും. ഒരാളില്ലെങ്കിൽ ചോദിക്കും, എവിടെ പോയി, നമ്മളെ ഇന്നാളെവിടെ പോയി, അയാളെവിടെ പോയി എന്ന് ചോദിക്കും. വയസ്അലുന്നാസ അമ്മാ ഫിന്നാസി, ജനങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങളോട് അന്വേഷിക്കും. വയുഹസ്സിനുൽ ഹസന വയുഖവ്വീഹി, നന്മയെ നന്മയായി കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും, ശക്തിപ്പെടുത്തുകയും ചെയ്യും. വയുഖബ്ബിഹുൽ ഖബീഹ വയുവഖീഹി, മോശത്തരങ്ങളെ മോശമാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. മുഅ്തദിലുൽ അംരി ഗൈറു മുഖ്തലിഫിൻ, കാര്യങ്ങളിലെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യ നിലവാരമായിരുന്നു. എന്നാൽ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകാത്ത വിധം മധ്യനിലവാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ നടത്തി. വലാ യഗ്ഫുലു മഖാഫത അൻ യഗ്ഫുലു ഔ യമല്ലു, അവരെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്രദ്ധരായില്ല. ജനങ്ങൾ മടുത്തുപോകാനോ അശ്രദ്ധരാകാനോ പറ്റുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തൊട്ട് അശ്രദ്ധമായിരുന്നില്ല. ലികുല്ലി ഹാലിൻ ഇൻദഹു അതാദുൻ, എല്ലാ കാര്യങ്ങളും അവിടുന്ന് പരിഗണിച്ചിരുന്നു. വലാ യുഖസ്സിറു അനിൽ ഹഖ് വലാ യുജാവിസുഹു, യാഥാർത്ഥ്യത്തെ ചെറുതായി കാണുകയോ അതിനെ ലംഘിക്കുകയോ ചെയ്തിരുന്നില്ല. അല്ലെങ്കിൽ കടപ്പാടുകൾ അതിനെ ചെറുതായി കാണുകയോ അതിനെ ലംഘിക്കുകയോ ചെയ്തിരുന്നില്ല. അല്ലദീന യലൂനഹു മിനന്നാസി ഖിയാറുഹും, ഖൈറിന്റെ അഹലുകാരായിരിക്കും കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. അഫ്ളലുഹും ഇൻദഹു അഅമ്മുഹും നസീഹത്തൻ, സമൂഹത്തിന് ഏറ്റവും ഗുണകാംക്ഷ ചെയ്യുന്നവരായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ. വഅഅലമുഹും ഇൻദഹു മൻസിലത്തൻ അഹ്സനുഹും മുവാസാത്തൻ വമുആസറത്തൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ശ്രേഷ്ഠ പദവി ലഭിച്ചിരുന്ന ആളുകൾ ജനങ്ങളോട് മധ്യനിലവാരത്തിലും സഹായത്തിലും സഹകരണത്തിലും വർത്തിച്ചിരുന്നവരാണ്. ഖാല ഫസഅൽതുഹു അൻ മജ്ലിസിഹി, അവിടുത്തെ മജ്ലിസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. അവിടുത്തെ സദസ്സുകൾ, കൂട്ടുകൂടലുകൾ
ഇല്ല. ഫഖാല, അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖൂമു വലാ യജ്ലിസു ഇല്ലാ അലാ ദിക്രില്ലാഹ്, ഇരിക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോഴും എല്ലാം ദിക്ർ ചൊല്ലും. വഇദൻതഹാ ഇലാ ഖൗമിൻ ജലസ ഹൈസു യൻതഹി ബിഹിൽ മജ്ലിസു, ഒരു മജ്ലിസിലേക്ക് ചെന്നാൽ ആ മജ്ലിസ് അറ്റമായ സ്ഥലത്ത് അതിന്റെ എൻഡിൽ പോയിരിക്കും. വയഉമുറു ബിദാലിക, അങ്ങനെ തന്നെ കൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ സദസ്സിലൂടെ നടന്ന് നടുവിലൂടെ പോയിട്ട് അവിടെ പോയിരിക്കല്ല. ഒരു മജ്ലിസ് ഉണ്ടെങ്കിൽ അതിന്റെ എൻഡിൽ പോയിരിക്കും. യുഅതി കുല്ല ജുലസാഇഹി ബിനസീബിഹി, സഹസദസ്യർക്ക് മുഴുവനും പരിഗണന നൽകും. ലാ യഹ്സിബു ജലീസുഹു അന്ന അഹദൻ അക്റമു അലൈഹി മിന്നു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിരിക്കുന്ന ഒരാൾക്കും തോന്നൂല എന്നേക്കാൾ മഹത്വം അയാൾക്ക് കൊടുത്തു, എന്നേക്കാൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പരിഗണിച്ചു തോന്നൂല. ഏറ്റവും പരിഗണിക്കുന്ന എന്നെയാന്ന് ഓരോരുത്തർക്കും തോന്നും. മൻ ജാലസഹു ഔ ഫാവലഹു ഫീ ഹാജത്തിൻ സ്വാബറഹു ഹത്താ യകൂന ഹുവൽ മുൻസരിഫ അൻഹു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും ഒത്തിരിക്കാനോ കാര്യങ്ങൾ ഉന്നയിക്കാനോ ഒക്കെ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമയോടുകൂടി വർത്തിക്കും, അങ്ങേയറ്റത്തെ സഹിഷ്ണുതയോടുകൂടി പെരുമാറും. അവര് കാര്യം പറഞ്ഞ് തീർന്ന് അല്ലെങ്കിൽ നിറവേറ്റി പോകുന്നത് വരെ ക്ഷമയോടുകൂടി അവർക്ക് വേണ്ടി സഹിഷ്ണുതയോടുകൂടി നിലകൊള്ളും. വമൻ സഅലഹു ഹാജത്തൻ, ആരെങ്കിലും എന്തെങ്കിലും ഒരാവശ്യം ഉന്നയിച്ചാൽ ലം യറുദ്ദഹു ഇല്ലാ ബിഹാ, അത് നിറവേറ്റി കൊടുത്തിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കൂ. ഔ ബിമൈസൂരിൻ മിനൽ ഖൗലി, ഇനി തീരെ സാധ്യമായില്ലെങ്കിൽ നല്ല വാക്കെങ്കിലും പറയും. ഖദ് വസിഅൻ നാസ ബസ്തുഹു വഖുലുഖുഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖപ്രസന്നതയും സ്വഭാവ മഹിമയും എല്ലാവർക്കും പ്രാപ്യമായിരുന്നു. ഫസ്വാറ ലഹും അബൻ, അപ്പൊ എല്ലാവർക്കും ഒരു വാപ്പന്റെ സ്ഥാനത്തായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്വാറു ഇൻദഹു ഫിൽ ഹഖ് സവാഅൻ, എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ തുല്യ അവകാശമുള്ളവരെ പോലെയായി. മജ്ലിസുഹു മജ്ലിസു ഹിൽമിൻ വഹയാഇൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സ് അറിവിന്റെയും ഹയാഇന്റെയും, അനാവശ്യങ്ങളൊന്നും വരില്ല, അദബുകളൊന്നും വരില്ല, ആ വിധത്തിൽ ഹയാഇന്റെയും ദിഷണയുടെയും അറിവിന്റെയും മജ്ലിസായി മാറി. വസ്വബിരിൻ വഅമാനത്തിൻ, ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും വിശ്വസ്തതയുടെയും സത്യസന്ധതയുടെയും മജ്ലിസായിരുന്നു. വലാ തുർഫഉ ഫീഹിൽ അസ്വാതു, അവിടെ ശബ്ദം ഉയർന്നു കേട്ടിരുന്നില്ല. വലാ തുഅബനു ഫീഹിൽ ഹുറുമു, വലാ തുഅബനു ഫീഹിൽ ഹുറുമു, അവിടെ ന്യൂനതകൾ വെളിവാക്കപ്പെടുന്നതല്ല. ആരെങ്കിലും കുറ്റവും കുറവും പറയാ, അതൊന്നുമില്ല. അല്ലെങ്കിൽ മഹത്വങ്ങൾ മാന്യതകൾ ലംഘിക്കപ്പെട്ടിരുന്നില്ല. വലാ തുൻസ ഫലതാതുഹു, അവിടെ ഏതെങ്കിലും കുറ്റവും കുറവും ഉയർന്നു കേട്ടിരുന്നില്ല. ആരെങ്കിലുമൊക്കെ ന്യൂനത പറയാ, കുഴപ്പങ്ങൾ എടുത്ത് പറയാ, അയാൾ അങ്ങനെ പറയാ, ഇയാൾ ഇങ്ങനെ പറയാ, ഇല്ല. മുതആദിലീന, എല്ലാവരും പരസ്പരം സമന്മാരെ പോലെ. ബൽകാനു യതഫാദലൂന ഫീഹി ബിത്തഖ്വ, തഖ്വയിലായിരുന്നു അവരുടെ ഇടയിൽ മേന്മയുണ്ടായിരുന്നത്. അല്ലാതെ ഞാൻ ഇന്ന കുടുംബക്കാരനാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ അങ്ങനാണ് ഇങ്ങനാണ്, അതൊന്നുമില്ല. മുതവാദിഈന, താഴ്മയുള്ളവരായി. യുവഖിറൂന ഫീഹിൽ കബീറ, പ്രായമുള്ളവരെ അവർ ആദരിച്ചു. യർഹമൂന ഫീഹി സഗീറ, ചെറിയവരോട് വാത്സല്യം കാണിച്ചു. യുസിറൂനൽ ഹാജത്തി വയഹ്ഫദൂനൽ ഗരീബ, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും അതോടൊപ്പം തന്നെ വയഹ്ഫദൂനൽ ഗരീബ, പരദേശികളെ പരിഗണിക്കുകയും അവർക്ക് വേണ്ട പ്രാധാന്യം നൽകുകയും ചെയ്തിരുന്നു. ഈ വിധത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറ്റവും എല്ലാം. حدثنا محمد بن عبد الله بن بزيع حدثنا بشر بن مفضل حدثنا سعيد بن قتادة عن أنس بن مالك قال قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഹദിയ ഇലയ്യ ഖുറാഉൻ ലഖബൽതു,
എനിക്കൊരു കുളമ്പ് ദാനം ചെയ്യപ്പെട്ടാൽ ഞാൻ സ്വീകരിക്കും. വലോ ദുഈതു അലൈഹി ലാജബ്തു, ആ ഒരു കുളമ്പ് വെച്ചിട്ടാണ് എന്നെ വിളിച്ചാലും ഞാൻ ആ ക്ഷണത്തിന് ഉത്തരം നൽകും. ഒരാടിന്റെ കുളമ്പ് പാചകം ചെയ്തിട്ട് ഒരാൾ വിളിച്ചത്, അതേ ഉള്ളൂ, എന്നാ ഞാനതിന് പോവും. അതാണ് ഒരാൾ കൊണ്ടു തന്ന വലിയ കാര്യത്തിന് എനിക്ക് കൊണ്ടു തന്ന, അതാണ് ഞാനത് സ്വീകരിക്കും. നമ്മൾ ചിലപ്പോൾ പറയും, ഓ അയാൾ വലിയ കോളിൽ കൊണ്ടുതന്ന സാധനം നോക്കും, ഒരു കഥയ്ക്കും പറ്റൂല. അയാളിപ്പോൾ വിളിച്ചിട്ട് തന്ന ഭക്ഷണം നോക്ക്, വെറും ദോശയും സാമ്പാറും. അങ്ങനൊന്നുമില്ല. ലളിതമായ സദ്യയിലേക്കും ലളിതമായ സമ്മാനവും ഒക്കെ സ്വീകരിച്ചു. حدثنا محمد بن بشار حدثنا عبد الرحمن حدثنا سفيان عن محمد بن المنكدر عن جابر قال جاءني رسول الله صلى الله عليه وسلم ليس براكب بغل بلا برذون. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നു. അത് ഒരു തുർക്കി കുതിരയുടെ മേലെ കയറിയിട്ടോ ഒരു കോവർ കഴുതയുടെ മേൽ സഞ്ചരിച്ചിട്ടോ അല്ല, ബൽ മാഷിയൻ, നടന്നുകൊണ്ട് വന്നു. നടന്നെൻ്റെ അടുക്കലേക്ക് വന്നു. ഇത്രയും വലിയ നേതാവ് നടന്നാ വന്നത്. حدثنا عبد الله بن عبد الرحمن حدثنا ابو نعيم حدثنا يحيى بن ابي الهيثم العطار قال سمعت يوسف بن عبد الله بن سلام قال سماني رسول الله صلى الله عليه وسلم يوسف. എനിക്ക് യൂസുഫ് എന്ന് പേര് വെച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വഖഅദനി ഫീ ഹജ്രി, അവിടുത്തെ മടിത്തട്ടിൽ എന്നെ ഇരുത്തി. വമസഹഅല റഅസി, എൻ്റെ ശിരസിൽ തലോടുകയും ചെയ്തു. അപ്പൊ കുട്ടികളൊക്കെ മന്ത്രിക്കാൻ നിന്നാൽ, പേരിടാൻ കൊണ്ടിരുന്നാൽ അവരെ എടുക്കും, മടിത്തട്ടിൽ വെക്കും, മന്ത്രിച്ചു കൊടുക്കും, ഒക്കെ ചെയ്യും. വലിയ നേതാവല്ലേ, അങ്ങനൊന്നും തൊടൂല, അങ്ങനത്തെ ഒന്നും ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. حدثنا إسحاق بن منصور حدثنا أبو داود الطيالسي أخبرنا الربيع بن سبيح حدثنا يزيد الرقاشي عن أنس بن مالك أن النبي صلى الله عليه وسلم حج على رحل خس وقطيفة كنا نرى ثمنها 4 دراهم. അവിടുന്ന് നിലവാരം കുറഞ്ഞ ഒരു വാഹനത്തിന്മേൽ വില കുറഞ്ഞ ഒരു മേൽവസ്ത്രം ഇട്ടിട്ട് അതിന്മേലാണ് യാത്ര ചെയ്തത്. അതിന് ഞങ്ങൾ കൽപ്പിച്ചിരുന്ന വില വെറും 4 ദിർഹം വില കൽപ്പിക്കാവുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാഹനത്തിന്മേൽ കയറി യാത്രക്ക് പാകമായപ്പോൾ അവിടുന്ന് ദുആ ചെയ്തു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ലബ്ബൈക ബിഹജ്ജത്തിൻ, അല്ലാഹുവേ ഹജ്ജ് കൊണ്ട് നിന്നോട് ഉത്തരം ചെയ്യുകയാണ്. ലാ സുംഅത ഫീഹാ വലാ റിയാ, ലോകമാന്യതയും പ്രസിദ്ധിയും പ്രതീക്ഷിക്കാത്ത ഇഖ്ലാസുള്ള ഹജ്ജ് നൽകണേ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു. حدثنا إسحاق بن منصور حدثنا عبد الرزاق أخبرنا معمر بن ثابت البناني وعاصم الأحول عن أنس بن مالك أن رجلا خياطا دعا رسول الله صلى الله عليه وسلم. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു തുന്നൽകാരൻ ക്ഷണിച്ചു. ഇത് നമ്മൾ കഴിഞ്ഞുപോയ ഹദീസാണ്. തുന്നലുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു. فقرب منه سريدا عليه دباء وكان رسول الله صلى الله عليه وسلم يأخذ الدباء وكان يحب الدباء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിയും സരീദും അതുപോലെ തന്നെ ചൊരങ്ങയുടെ കറിയും കൊണ്ടുവച്ചു. അവിടുത്തേക്ക് വലിയ ഇഷ്ടമായിരുന്നു അത്. സാബിത്തുൽ ബുനാനി തങ്ങൾ പറയാണ്, സമയത്തു അനസ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടു, യഖൂലു, അവിടുന്ന് പറയുന്നതായിട്ട്, ഫമാ സുനിഅ ലി തുആമുൻ നഖ്ദിറു അലാ അൻ യുസ്നഅ ഫീ ദുബ്ബാഉൻ ഇല്ലാ സുനിഅ. പിന്നീട് മുതൽ എപ്പോൾ സദ്യ ഉണ്ടാക്കിയാലും ഭക്ഷണം ഉണ്ടാക്കിയാലും ചൊരങ്ങ കൂട്ടാൻ കഴിയുന്ന അത്രയും അതിൽ കൂട്ടിയിരുന്നു. حدثنا محمد بن اسماعيل حدثنا عبد الله بن صالح حدثني معاوية بن صالح أن يحيى بن سعيد أن عمرة قالت قيل لي عائشة رضي الله عنها, ആയിഷ ഉമ്മയോട് ചോദിച്ചു, മാതാ കാന യഅമലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എങ്ങനെയായിരുന്നു? ഖാലത്ത് കാന ബശറൻ മിനൽ ബശരി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, അള്ളാഹുവിന്റെ പ്രവാചകരാണ്. പക്ഷേ വീട്ടിൽ അവിടുത്തെ പെരുമാറ്റം കണ്ടാൽ സാധാരണ മനുഷ്യരെ പോലെ ലളിതമായ ജീവിതമാണ്, പെരുമാറ്റമാണ്. അപ്പൊ അത് തന്നെ മനസ്സിലായി അസാധാരണ വ്യക്തിയാണ്. വസ്ത്രമലക്കുകയും ആടിനെ കറക്കുകയും സ്വയം സേവനങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു.
യഖ്ദുമു ഫീ മിഹ്നതി അഹ്ലി കമാ യഖ്തഉ ബിസ്സിക്കീനി ലഹമൻ ഖറമാ. ചെരുപ്പ് തുന്നും, വസ്ത്രം തുന്നും, ആടിനെ കറക്കും, വീട്ടിലെ കാര്യങ്ങൾക്ക് സഹായിച്ചു കൊടുക്കും, കത്തി കൊണ്ട് മാംസം മുറിക്കും, ഇതൊക്കെ ചെയ്തിരുന്നു വീട്ടിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലളിതമായ ജീവിതത്തിന്റെ അധ്യായങ്ങൾ, ലോകത്തിന്റെ മുഴുവൻ നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അരമനയിൽ മാതൃകായോഗ്യരായ ഒരു കുടുംബനാഥനും, മാതൃകായോഗ്യരായ ഒരു ഭർത്താവും, മാതൃകായോഗ്യരായ ഒരു പിതാവും എല്ലാമായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ശ്രദ്ധിച്ചാൽ എല്ലാ മേഖലയിലും മാതൃക കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യാനും അവിടുത്തെ ചര്യകളനുസരിച്ച് ജീവിക്കാനും എല്ലാം അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ ഈ കഴിയുന്ന ഓരോ ക്ലാസ്സുകൾ കഴിയുന്നതോടുകൂടി അവിടുത്തോടുള്ള മഹബ്ബത്ത് അല്ലാഹു തആല നമ്മുടെ ഖൽബിൽ നിറച്ചു തരുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ ഇശാഅത്ത് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും എല്ലാം അല്ലാഹു തആല നമുക്ക് എല്ലാവിധ തൗഫീഖും ഹള്ളും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അലീമായ റബ്ബെ, ഞങ്ങളെ എല്ലാവരെയും നീ മുത്തഖീങ്ങളിൽ, നിന്റെ മുഖറബീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളോട് ഓരോ ദിവസവും ഈ ക്ലാസ് കേൾക്കുമ്പോഴും അല്ലാത്തപ്പോഴും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. കടങ്ങളുള്ളവരുണ്ട്, വീടാനുള്ള വഴി നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാഹ്. സന്താനങ്ങളില്ലാത്തവരുണ്ട്, സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. ഇതിൻ്റെ ഈ ക്ലാസ് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സംഘാടന പ്രവർത്തനങ്ങൾ ഫേസ്ബുക്ക് ലൈവിലൂടെയും യൂട്യൂബ് ലൈവിലൂടെയും ആപ്ലിക്കേഷനിലൂടെയും വ്യത്യസ്ത വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും സഹോദരിമാരുടെ കൂട്ടായ്മകളിലൂടെയും അവരുടെ സംവിധാനങ്ങളിലൂടെയും എല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹിബ്ബീങ്ങളുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ ഖൈർ, ബറക്കത്ത്, മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒത്തുകൂടലുകളിലെല്ലാം അവിടത്തേക്ക് പൊരുത്തപ്പെട്ട അവസ്ഥയിലാക്കണേ റഹ്മാനെ. ഞങ്ങൾ പറയുന്ന പരാമർശിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണങ്ങൾ പറയുന്നതിൽ, ഹദീസിന്റെ പാരായണത്തിൽ വല്ല പ്രയോഗങ്ങളോ വർണ്ണനകളോ അവിടുത്തെ മഹത്വത്തിന് നിരക്കാത്തതൊന്നും നീ വരുത്തല്ലേ റഹ്മാനെ. എല്ലാം അവിടുത്തെ ഹുർമത്തിനെ പാലിക്കുന്ന വിധത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതിനു മുമ്പ് അവിടുത്തെ വിസ്വാലും അവിടുത്തെ റുയ്യത്തും ഒരുപാട് തവണ ഹില്ലിലും ഹറമിലും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.